പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്പീലുകളുടെ ബാഹുല്യമാണ്. കഴിഞ്ഞ വർഷം കോഴിക്കോടാണെങ്കിൽ അപ്പീലുകൾ ഇല്ലായിരുന്നു. ഇപ്പോൾ മുനിസിപ്പൽ കോടതി മുതൽ അപ്പീലുകൾ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മുടെ സമയക്രമം മുഴുവൻ തെറ്റുകയാണ്. നമ്മൾ ജില്ലകളിൽ വന്നിട്ടുള്ള റിസൾട്ട് വെച്ചിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കുമല്ലോ. ആ ടൈം ഷെഡ്യൂൾ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കൃത്യസമയത്തിന് തീർക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അപ്പീലും കൊണ്ടുവരുന്നത്, ഹൈക്കോടതിയുടെ ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവും കൊണ്ടുവരുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കുറവ് നടപടിക്രമമുണ്ട്. അതേതായാലും ഒരു മണിക്കൂർ അതങ്ങനെ പോകും. പിന്നെ ഒരു ഐറ്റത്തിൽ തന്നെ ചില ഐറ്റംസിന് 30 അപ്പീലൊക്കെ വന്നിട്ടുള്ള ചില ഐറ്റംസ് ഉണ്ട്. എന്താ സംഘം നിർത്തത്തിന് 32 വന്ന്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുത ഒന്നുകൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ജില്ലാ മത്സരങ്ങളിലൊക്കെ തന്നെ വളരെ താഴെ റാങ്കിൽ നിൽക്കുന്നവരൊക്കെയാണ് അപ്പീലുമായിട്ട് വരുന്നത്. ഇപ്പോൾ മുമ്പ് നേരത്തെ ഒരു ഡിവിഷൻ ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായിരുന്നു. അപ്പീലുകൾ പരിഗണിക്കപ്പെടുന്നത് നന്നായി പരിശോധിച്ചിട്ട് ഏറ്റവും നല്ല പരിശോധന നടത്തിയിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് കോഴിക്കോട് അപ്പീലുകളുടെ എണ്ണം ഇല്ലായിരുന്നതിന് പറയാം. അപ്പോൾ അത് നമുക്ക് നടത്താൻ വലിയ ഇതായിരുന്നു. ഇപ്പോൾ അതല്ല, മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഭിപ്രായം പോലും കേൾക്കാതെ അപ്പീൽ അനുവദിക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അഭിപ്രായം കേൾക്കണമല്ലോ, അപ്പീൽ കൊടുപ്പോ എന്താ എൻ്റെ സ്ഥിതി സംബന്ധിച്ച് കേൾക്കണമല്ലോ. വിദ്യാഭ്യാസ വകുപ്പ് മാർക്ക് ഷിറ്റും അതിൽ ജഡ്ജസാരൊക്കെ ആണെന്നും അതെല്ലാം കോടതി മനസ്സിലാക്കണമല്ലോ. അതും കൂടെ മനസ്സിലാക്കിയിട്ടില്ലേ ഒരു ഉത്തരവ് നൽകാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ഇന്നലെ സംസാരിച്ച് ഞാൻ ബഹുമാനപ്പെട്ട കോടതി ആ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇംഗ്ലീഷ് സ്കിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേജിൽ വേണ്ടത്ര സ്ഥലം ഉണ്ടായിരുന്നില്ല, അവർക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് സ്ഥലം ഇല്ലായിരുന്നു എന്ന് ഒരു പരാതി. ചെറിയ പരാതികൾ ഈ 10-14,000 കുട്ടികൾ വരുന്ന സ്ഥലമല്ലേ, അതിൻ്റെ ചെറിയ അതൊന്നും ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ പരാതിയായിട്ട് എടുത്താൽ മതി.